20 വായിക്കാം. കൊളോസ്യോസ് 1:20. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോടനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു പാപം ചെയ്തു, പാപത്തിന്റെ കുറ്റബോധം, സമാധാനം പോയി. ആളുകൾ നമ്മെ പരിഹസിച്ചു, സമാധാനം പോയി. ആരെങ്കിലും നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കി, എന്തു പറ്റും? സമാധാനം പോകും. കുറ്റപ്പെടുത്തി നമ്മളെ വിമർശിച്ചു, എന്ത് സംഭവിക്കും? സമാധാനം പോകും. നമ്മളെ ശപിച്ചു, എന്ത് സംഭവിക്കും? സമാധാനം പോകും. ഇല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞോ നീ നന്നാവില്ലെന്ന് പറഞ്ഞു, അയ്യോ അച്ഛൻ ഞാൻ നന്നാവില്ല. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങളുടെ 10 തലമുറ മുമ്പുള്ള അപ്പൂപ്പൻ ഒരു അബോർഷൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗതി പിടിക്കാത്തത്. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? 5 തലമുറ മുമ്പുണ്ടായിരുന്ന ഒരാള് അബോർഷൻ, അല്ലെങ്കിൽ 5 തലമുറകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരാൾ കൊലപാതകം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ, അപ്പൊ നമുക്ക് പേരറിഞ്ഞൂടല്ലോ, രക്ഷപ്പെട്ടു. അപ്പൊ പറഞ്ഞ ആൾക്കും അറിഞ്ഞൂടാ, കേട്ട ആൾക്കും അറിഞ്ഞൂടാ, അയാൾ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടാത്തത്. നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും? അപ്പൊ പിന്നെ അന്വേഷിച്ച് നടക്കും, ഗ്രിഗോറിയൻ മാസം എവിടെ ചെല്ലണം, ഈ ആത്മാക്കൾക്ക് ശാന്തി കിട്ടാൻ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമാധാനം നശിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്, സമാധാനം നശിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, നമ്മുടെ തന്നെ കുറ്റബോധമുണ്ട്, പലതുമുണ്ട്. ഇതിൽ നിന്നെല്ലാം, അതാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെ, അത് പഴയതും പുതിയത് ഏത് തലമുറ ആയിക്കൊള്ളട്ടെ, അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കപ്പെട്ടു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും ഒക്കെ പാപത്തിന് ഈശോ പരിഹാരം ചെയ്തു എന്ന് വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്നതിന്റെ അഭിഷേകമാണ് തിരുരക്തത്തിന്റെ അഭിഷേകം. ഈശോ തിരുരക്തം ചിന്തിയത് വഴി ഈ പാപങ്ങൾ സ്വർഗത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. 5 തലമുറ മുമ്പ് ചെയ്ത അപ്പൂപ്പന്റെ പാപത്തിന് നമ്മോട് കണക്ക് ചോദിക്കാവുന്നവനല്ല കർത്താവ്.